ആലപ്പുഴ പോർട്ട് ഓഫ് രജിസ്ട്രിയിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്ത ഹൗസ് ബോട്ടുകളുടെ അനധികൃത പ്രവർത്തനം ഉടൻ നിർത്തുന്നതിന് നടപടി സ്വീകരിക്കണമെന്ന് ഹൗസ് ബോട്ട് ഉടമകളുടെ അസോസിയേഷൻ ആവശ്യപ്പെട്ടു. രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്ത ഹൗസ് ബോട്ടുകൾ അനധികൃതമായി വേമ്പനാട് കായലിലും പരിസര പ്രദേശങ്ങളിലും പ്രവർത്തിച്ചു വരുന്നുണ്ടെന്നും അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴ പോർട്ട് ഓഫ് രജിസ്ട്രിയിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്ത ഹൗസ് ബോട്ടുകളുടെ അനധികൃത പ്രവർത്തനം ഉടൻ നിർത്തിവെക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് ഹൗസ് ബോട്ട് ഉടമകളുടെ സംഘടന ആവശ്യപ്പെട്ടു. 2013 നമ്മുടെ പോർട്ട് നിർദ്ദേശിച്ചതനുസരിച്ച് CWRDM, അതായത് സെൻട്രൽ ഗവൺമെൻറ് കീഴിലുള്ള ഒരു പഠന ഗവേഷണ കേന്ദ്രമാണ്. അവർ ഈ വേമ്പനാട് കായലിൻ്റെ വാഹകശേഷിയും മറ്റുള്ള പരിസ്ഥിതി പഠനം പഠിക്കാൻ വേണ്ടി ഏർപ്പെടുത്തിയിരുന്നു. അങ്ങനെ 2014 അവരതിൻ്റെ ഡ്രാഫ്റ്റ് റിപ്പോർട്ട് സമർപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് ഗവൺമെൻറ് ഒരു തീരുമാനമെടുത്തു. ഞങ്ങളെയും കൂടെ കൂട്ടി പോർട്ട് അതോറിറ്റി എല്ലാവരെയും കൂട്ടിയിരുന്നൊരു മീറ്റിങ്ങിൽ തീരുമാനമെടുത്തു. ഇനി ആലപ്പുഴയിൽ നമുക്ക് ബോട്ടുകൾ വേണ്ട, ഹൗസ് ബോട്ടുകൾ വേണ്ട. കാരണം അന്ന് 400 ബോട്ടിലധികം പാടില്ല എന്നാണ് അവരുടെ പഠനം പറഞ്ഞത്. കാരണം നമ്മുടെ വേമ്പനാട് സൈറ്റ് എന്നത് റാംസാർ സൈറ്റാണ്. പരിസ്ഥിതിപരമായിട്ട് വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു ഏരിയയാണ്. അതുകൊണ്ട് മാത്രമാണ് ഇവിടെ ഇത്തരം ടൂറിസ്റ്റുകൾ വരുന്നതും ഇൻ്റർനാഷണൽ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നതിൻ്റെ കാര്യം ഇത് റാംസാർ സൈറ്റ് എന്നുള്ള നിലയ്ക്കാണ്. അപ്പോൾ ഇതിനെന്തെങ്കിലും കോട്ടം സംഭവിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മുടെ പ്രാധാന്യം മുഴുവൻ നഷ്ടപ്പെട്ടും ആരും വരാതാവും. അതായത് ടൂറിസം സെക്രട്ടറി, എൻവയോൺമെൻറ്റ് സെക്രട്ടറി, പോർട്ട് സെക്രട്ടറി ഇവർ മൂന്നും അടങ്ങുന്ന ഒരു സമിതിയെ കൊണ്ട് ഇതിൻ്റെ പരിസ്ഥിതി പഠിപ്പിച്ച് ഇതിൻ്റെ കപ്പാസിറ്റി അറിഞ്ഞതിന് ശേഷം മാത്രം വേണമെങ്കിൽ ബോട്ട് കൊടുത്താൽ മതി. ബോട്ടുകൾ കുറവാണ്. അപ്പോഴിവിടെ 950 ബോട്ടിൻ്റെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ഏരിയൽ സ്റ്റഡിയിൽ കാണിക്കുന്നുണ്ട്. അവർ സാറ്റലൈറ്റ് ഫോട്ടോ എടുത്ത് ഇത് കോടതിയിലുള്ള ഡോക്യുമെൻ്റാണ് ഞാനീ പറയുന്നത്. 950 ബോട്ടുണ്ടെന്ന് അവർ കണ്ടുപിടിച്ചിട്ടുണ്ട്, ഫോട്ടോ ഉൾപ്പെടെ. ഞങ്ങളുടെ നിർദ്ദേശം ഇവിടുത്തേതല്ലാത്ത ബോട്ടുകളെ ഏറ്റവും പെട്ടെന്ന് മാറ്റി അവർക്ക് വേറൊരു ഏരിയ കൊടുക്കും ഓപ്പറേറ്റ് ചെയ്യാൻ. ഹൗസ് ബോട്ടിൻ്റെ കൺസെപ്റ്റ് നശിച്ചുപോയി. ഈ വ്യവസായത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കും. ഞങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ല. അതും കൂടെ കൂടിയാണ് നാളെ ഞങ്ങൾ അതോറിറ്റിക്കെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഇതുവരെ അതാ പറഞ്ഞത്. ഞങ്ങൾ SP-ക്ക് 2 വട്ടം കത്ത് കൊടുത്തു. മിനിസ്റ്ററെ പോയി കണ്ടു. ഈ പറഞ്ഞ അതോറിറ്റികളെ എല്ലാം കണ്ടു. പലവട്ടം, ഒരു പ്രാവശ്യമല്ല പലവട്ടം ഞങ്ങൾ ബോട്ടിൻ്റെ വാതിൽക്കൽ ധർണ നടത്തി. ഇതൊക്കെ നടത്തിയിട്ടും ഇവർക്കാർക്കും ഒരു കുലുക്കവും ഇല്ല. അപ്പം നാളെ ഞങ്ങൾ ഈ ബോട്ടുകളെ ഇവിടെ തടയാൻ തീരുമാനിച്ചിരിക്കുക. ഫിഷിംഗ് പോയിന്റിൽ നിലവിൽ ആലപ്പുഴ പോർട്ട് ഓഫ് രജിസ്ട്രിയിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്ത ഹൗസ് ബോട്ടുകൾ അനധികൃതമായി വേമ്പനാട്ട് കായലിലും പരിസര പ്രദേശങ്ങളിലും പ്രവർത്തിച്ചു വരികയാണ്. യാതൊരു നിയമപരിരക്ഷയും ഇല്ലാതെ നിരവധി വിദേശ സഞ്ചാരികളെ അടക്കം ഈ ബോട്ടിൽ കയറ്റി സർവീസ് നടത്തുകയാണ്. ഇത് രാജ്യസുരക്ഷാ നിയമവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. അധികൃതർ ഇക്കാര്യത്തിൽ നടപടിയെടുക്കാത്ത പക്ഷം ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഭാരവാഹികളായ വേണുഗോപാൽ, വിനോദ്, കുഞ്ഞുമോൻ, വർഗീസ്, ബാബു, ജോസ് കളപ്പുരയ്ക്കൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. CDNet ന്യൂസ്, കായംകുളം.